എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഫേസ് കാണാൻ? ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫേഷ്യൽ ചെയ്യാനാണ് കേട്ടോ. വേറെ ഫേഷ്യലല്ല, ഹൈഡ്രാ ഫേഷ്യൽ. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലെ ട്രൈബിലാണ് കേട്ടോ. കുറച്ച് ദിവസമൊന്നും ആയിട്ടുള്ളൂ ഇവരുടെ ഈ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ട്. എൻ്റെ അമ്മോ, ഇന്റീരിയറിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടോ ചെയ്തേക്കുന്നത്. ആ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ലൈറ്റ് കളറിലെ ആ ഒരു സെറ്റിയും കോച്ചസും ഒക്കെ കൊടുത്ത്, അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡ് തീമും കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചിയിൽ തന്നെ ബിഗ്ഗസ്റ്റ് സലൂണാണ് ഇത്. ഒരു സലൂൺ ആണെന്ന് പോലും തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു ലക്ഷറി ആംബിയൻസിലാട്ടോ ഇവരെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ വരുന്നവർക്കാണെങ്കിൽ തന്നെ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന ടൈമിൽ വരുന്ന പുകയെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇവർ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇത്രയും ലക്ഷറി ആംബിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ പ്രൈസൊക്കെ നോർമൽ സലൂണിലെ പോലെ തന്നെയാണ് കേട്ടോ. ഇവർക്ക് ഹെയർ മാത്രമല്ല, പെഡിക്യൂർ, മാനിക്യൂർ, അതുപോലെ ബ്രൈഡൽ ഫേഷ്യൽ കിറ്റ്, അങ്ങനെ കുറേ കോമ്പോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ട്രൈബിനെ കുറിച്ച് ഞാൻ ഒരു 2 ഇയർ മുന്നേ ആണ് കേട്ടോ അറിയുന്നത്. അന്ന് ഈ പൊന്നുരുന്നിലുള്ള ബ്രാഞ്ചിൽ ഇവരൊരു 50% ഓഫർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഹെയർ ഫസ്റ്റായിട്ട് സ്മൂത്തിങ് ചെയ്ത് അവിടെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഇനാഗ്രേഷൻ എന്തോ കഴിഞ്ഞിട്ട് 2 വീക്സ് എന്തോ ആയിട്ടുള്ളൂ. ഇവിടെ ആലുവ മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കി നമുക്ക് മെട്രോ പോകുന്നതാണ്. എന്തേ പോണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ പ്രീ ബുക്ക് ഒന്നും ചെയ്യാണ്ട് പോയതുകൊണ്ട് കുറച്ച് നേരം പോസ്റ്റ് അടിക്കേണ്ടി വന്നു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ വന്ന് വിളിച്ചത്. എൻ്റെ സ്കിന്നാണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ്ഡ് ആയിരുന്നു കേട്ടോ. സൺ എക്സ്പോഷറും ടാനും അടിച്ചിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ വെയിൽ കൊള്ളുന്നതിന് യാതൊരു കണക്കും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ അവർ നമ്മുടെ സ്കിന്നൊന്ന് ജസ്റ്റ് നോക്കും കേട്ടോ. അതായത് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആണോ. അപ്പോൾ എൻ്റെ നോക്കിയപ്പോഴേക്കും നോർമലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നായിരുന്നു കേട്ടോ. അതായത് കുറച്ച് ഡ്രൈയും കുറച്ച് ഓയിലിയും. എൻ്റെ ഈ ചീക്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നല്ല ഓയിലി ആയിരുന്നു. എൻ്റെ സ്കിൻ ഫോർഹെഡും അതുപോലെ തന്നെ താഴത്ത് ജോൻ്റെ അവിടെയൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് സ്കിന്നായിരുന്നു കേട്ടോ എൻ്റേത്. ഈ ഹൈഡ്രാ ഫേഷ്യലിന് കുറേ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആണെങ്കിൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആവും. അതുപോലെ ഈ ഡാർക്ക് സ്പോട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതെല്ലാം മാറി നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും. ഒരു നല്ല ക്ലിയർ കോംപ്ലക്ഷൻ കിട്ടും. അതുപോലെ നമ്മുടെ റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏജിങ്ങിൻ്റെ, അതെല്ലാം കംപ്ലീറ്റ്ലി പോവും. പിന്നെ നമ്മുടെ എൻലാർജ്ഡ് ആയിട്ടുള്ള പോസിൽ, അതായത് ചിലവരുടെ സ്കിന്നൊക്കെ കണ്ടിട്ടില്ല ഈ ഓറഞ്ചിൻ്റെ തൊലി പോലെ ഇരിക്കും, നല്ല രീതിയിൽ പോസൊക്കെ ഉണ്ടാവും. അതൊക്കെ അടങ്ങിയിട്ട് ഒരു സ്കിന്നൊക്കെ ടൈറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയാവും കേട്ടോ. ഫസ്റ്റ് ആണ് എൻ്റെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ കേട്ടോ. അതായത് നമ്മുടെ ഫേസിൽ ഓൾറെഡി ഉള്ള മേക്കപ്പ് ഉണ്ടാവും, അതല്ലാതെ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ പൊടി ഉണ്ടാവും, അതല്ലാതെ നമ്മുടെ ഫേസിൽ തന്നെയുള്ള കുറേ അഴുക്കും കാര്യങ്ങളുണ്ടാവും, ഓയിൽ ഉണ്ടാവും. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് ക്ലെൻസ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയുക കേട്ടോ. നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വൈപ്പ് ചെയ്തിട്ട് സെക്കൻഡ് അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റ് ആൻഡ് പാക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇവർ രാഗയുടെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ടാനൊക്കെ അടിച്ച് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനൊരു ലിങ്ക് അയച്ചു തരാവേ. ഞാൻ ഈ രാഗ ഇതിന് മുമ്പ് ഒരു ടൈം യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരിക്കൽ കയാക്കിങ്ങിന് പോയപ്പോൾ എൻ്റെ കാല് നല്ല രീതിയിൽ ടാൻ അടിച്ചു. അപ്പോൾ ഈ ഒരു പാക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ സംഭവത്തിന്. ഇത് നമുക്ക് ഷോപ്പിലൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല, നമ്മളിത് ഓൺലൈൻ തന്നെ വാങ്ങിക്കേണ്ടി വരും. ഈ പാക്ക് ഇട്ടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഒരു എരിച്ചിൽ വരും കേട്ടോ. ടാൻ കൂടുതലാണെങ്കിൽ നല്ല രീതിയിൽ എരിച്ചിലുണ്ടാവും. എനിക്കാണെങ്കിൽ പുകഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, കാരണം എൻ്റെ സ്കിൻ അത്രയ്ക്ക് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഹോൾഡ് ചെയ്യണം കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്കിത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിനെ ഡീറ്റോക്സ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ജെൽ എൻ്റെ ഫേസിൽ എല്ലായിടത്തും നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്യും. ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ ഡീറ്റോക്സ് ചെയ്യുന്നത്. ഈ ഡീറ്റോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള അഴുക്കില്ലേ അതെല്ലാം നന്നായിട്ട് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഓക്സിജൻ കിട്ടിയിട്ട് സ്കിൻ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആവുകയും ചെയ്യും. നമ്മൾ ഈ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഫേസിലടിയുന്ന പൊടിയില്ല, അതിപ്പോൾ എത്ര ഫേസ് വാഷ് ഇട്ട് കഴുകി കളഞ്ഞാലും നമ്മുടെ പോഴ്സിനുള്ളത് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തതിലൂടെ നമ്മുടെ പോഴ്സിനുള്ളിലേക്ക് ഈ ഇമ്പ്യൂരിറ്റീസും അതുപോലെ ഡെഡ് സ്കിൻ സെൽസൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ലാണ്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുഞ്ഞു ആക്നേസ് ഇല്ലേ, അതിനുള്ളിലൊരു വൈറ്റ് കളറിലെ സാധനം ഇല്ലേ, അതും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പുറത്തേക്ക് പോകും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിയിലൊന്ന് ക്ലെൻസ് ചെയ്യും കേട്ടോ. നമ്മളിനി എക്സ്ഫോളിയേഷൻ ചെയ്യാവുക, അതായത് വാക്യൂം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെയും അതുപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നല്ല രീതിയിൽ ഒരു വലിച്ചു കളയും. ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ പോഴ്സിനുള്ളിൽ നല്ല രീതിയിൽ സെബ് അടിഞ്ഞിട്ടുണ്ടാവും. അതും ഈ പ്രോസസ്സ് ചെയ്യുന്ന വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു സക്ഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ അകത്തേക്ക് വലിച്ചിട്ട് അത് ആക്ച്വലി നമ്മുടെ ഈ സ്കിന്നിനുള്ളിൽ അഴുക്കൊക്കെ കളയുന്നത്. നമ്മൾ എത്ര നെക്കിക്കളഞ്ഞാലും പോകാത്ത വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇത് നല്ല രീതിയിൽ വലിച്ചെടുക്കും. ഇപ്പം നമ്മൾ നേരത്തെ ഡീറ്റോക്സ് ചെയ്തല്ലേ, ഡീറ്റോക്സ് ചെയ്താലും പോകാത്ത കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും സ്കിന്നിൽ. അത് കംപ്ലീറ്റ്ലി ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ പെയിൻ ഒന്നുമില്ല കേട്ടോ. നമുക്ക് പക്ഷേ ഫീലാവും നമ്മുടെ സ്കിൻ ഇങ്ങനെ ഉള്ളിലേക്ക് സക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫേസിൽ റെഡ്നെസ് വരും. അപ്പോൾ അത് മാറാൻ വേണ്ടിയാണ് ഇത് ഈ ഒരു മെഷീൻ വെച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്ത് തരുന്നത്. നമ്മൾ ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ, അതായത് നമ്മുടെ ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്ന ഇത്രയും ഭാഗത്ത് ഓർണമെന്റ്സ് ഒന്നും വരാൻ പാടില്ല, അതായത് മെറ്റൽ പാർട്സ് ഒന്നും വരാൻ പാടില്ല.
അപ്പോൾ എൻ്റെ പല്ലിൽ ബ്രേസ് ഇട്ടേക്കുന്നതുകൊണ്ട് എൻ്റെ മൗത്തിൻ്റെ അത്രയും ഭാഗം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. കാരണം ബ്രേസസിൽ ആ ഒരു മെറ്റാലിക് പാർട്ട് ഇതുമായിട്ട് ഇത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മൗത്തിൻ്റെ ഇത്രയും ഭാഗം കംപ്ലീറ്റ്ലി അവർ മാറ്റി എടുത്തിട്ട് ബാക്കിയുള്ള ഫേസിലാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു മസാജ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ റിലാക്സ് ആവും കേട്ടോ. അപ്പം മസാജിങ് കഴിഞ്ഞാൽ അടുത്ത ചെയ്യുന്ന പ്രോസസ്സാണ് RF ലിഫ്റ്റിംഗ്, അതായത് റേഡിയോ ഫ്രീക്വൻസി സ്കിൻ ടൈറ്റനിങ്. അതായത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസ് വെച്ച് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ അത് കൂട്ടും കേട്ടോ. കൊളാജൻ മാത്രമല്ല ഇലാസ്റ്റിനും കൂട്ടും. ഇലാസ്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഇലാസ്റ്റിൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ്റെ ഇലാസ്റ്റിസിറ്റിയും കൂടും, അതുപോലെ ന്യൂ സ്കിൻ സെൽസിൻ്റെ പ്രൊഡക്ഷനും കൂടും. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന വഴി നമ്മുടെ സാഗിങ് സ്കിന്നൊക്കെ നല്ല രീതിയിൽ ലിഫ്റ്റ് ആവും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഫേസിലേക്ക് ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് തരും. ഇത് ആക്ച്വലി ഒരു പീലിംഗ് മാസ്ക് ആണ്. നമ്മുടെ കണ്ണു വരെ കവർ ചെയ്തിട്ടായിരിക്കും കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്ത് തരുന്നത്. ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ടാണ് ഇത് നമ്മുടെ സ്കില്ല് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് സെറ്റ് ആവും കേട്ടോ. അത് കഴിയുമ്പോൾ ഒരു റബ്ബർ ഷീറ്റ് കണക്കെയാണ് അവരത് പൊളിച്ചെടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അവരൊരു ബ്രൈറ്റനിങ് ഏജൻറ്റ് അപ്ലൈ ചെയ്ത് തരും. അതായത് ഇതൊരു ഗ്ലൈക്കോളിക് സലിസിലിക് സൊല്യൂഷനാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ നമ്മുടെ പോർസ് മിനിമൈസ് ചെയ്യാനും കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു കോൾഡ് ഹാമർ യൂസ് ചെയ്യാൻ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യും കേട്ടോ. അതായത് സൺ എക്സ്പോഷറൊക്കെ അടിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ സെൽസിനെയൊക്കെ റിപ്പയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ നമ്മുടെ പോർസിനെയൊക്കെ അത് ചുരുക്കി കളയുകയും ചെയ്യും. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ അവസാനത്തെ പ്രോസസ്സാണ് റെജുവനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മാസ്ക് യൂസ് ചെയ്തിട്ടാണ് നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി വന്നിട്ടുണ്ട്. റെഡ് ലൈറ്റും അതുപോലെ ഇൻഫ്രാറെഡ് LED ലൈറ്റും വെച്ചിട്ടാണ് കേട്ടോ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൊക്കെ അവർ ആദ്യം തന്നെ മൂടിക്കെട്ടും. ദിഗംബറിനെ പോലെയല്ലേ ഞാൻ ആദ്യം നമ്മുടെ കണ്ണിൻ്റെ പുറത്തൊരു ഐപാഡ് വെച്ച് സെക്യൂർ ചെയ്തിട്ടായിരിക്കും കേട്ടോ ഒരു ഐ മാസ്ക് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഫേസിന് മുകളിലേക്ക് ഈ മെഷീൻ കൊണ്ട് വെക്കുന്നത്. ഇനി കുറച്ച് നേരത്തേക്ക് പള്ളിപ്പെരുന്നാളിന് ലൈറ്റ് ഇട്ട പോലെ ആയിരിക്കും കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ പ്രോസസ്സ് ഉണ്ടാവും. ഇത് ഒരു LED ലൈറ്റ് തെറാപ്പിയാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടിയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റും ആക്കും, അതുപോലെ സ്മൂത്തും ആക്കും. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ് എല്ലാം നാച്ചുറലി തന്നെ ഇത് ചെയ്യുമ്പോഴേക്കും പോകും. അത് മാത്രമല്ല നമ്മുടെ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷനും ഇത് കൂട്ടുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് വഴി നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും കേട്ടോ. മാത്രമല്ല ഇൻഫ്ലമേഷനും കുറച്ച് സ്കിന്നിന് നല്ലൊരു ടോണും കിട്ടും, അതുപോലെ നല്ലൊരു ബ്രൈറ്റൻ സ്കിന്നും ആവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ പ്രോസസ്സ്. അപ്പോൾ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞാൽ നല്ല കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ സ്കിന്നിൽ നല്ല ചേഞ്ച് ഉണ്ട്. അവർ പറയുന്നത് ആക്ച്വലി നല്ല ചേഞ്ച് അറിയണമെങ്കിൽ 2 ദിവസം എടുക്കുമെന്നാണ്. അത് കഴിഞ്ഞ് അവർക്കൊരു റിവ്യൂ ഒക്കെ കൊടുത്തിട്ടാട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇറ്റ്സ് മീ രഹന എം സൈനിങ് ഓഫ്. ബൈ.